പ്രൈസ് ലോർഡ്. അബ്രഹാം ഇസ്ഹാക്കും കൂടെ മോറിയമലയിൽ യാഗം കഴിക്കാൻ പോകുന്ന ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ യാത്രാവേളയിൽ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം അതിന് കൊടുക്കുന്ന മറുപടി, മോനെ, ദൈവം നോക്കിക്കൊള്ളും. യാത്രയിൽ അവർ ഒന്നിച്ചു പോവുകയാണ്. ആ ഭാഗം മനസ്സിരുത്തി ചിന്തിച്ചാൽ യാഗമർപ്പിക്കാൻ പോകുന്നത് ഇസ്ഹാക്കിനെയാണ്. അപ്പോൾ ചില ന്യായമായ ചോദ്യങ്ങൾ, ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പോകുന്ന അബ്രഹാം പറഞ്ഞത് കള്ളമല്ലേ? ഇസ്ഹാക്കിനോട് പറഞ്ഞാൽ പോരെ നിന്നെ ആ യാഗം അർപ്പിക്കാൻ പോകുന്നത്. എന്നാൽ അബ്രഹാം ഒരു വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ച് പറഞ്ഞത്, ദൈവം നോക്കിക്കോളും. ഇവർ ഒരുമിച്ച് ആ മലമുകളിൽ എത്തിച്ചേർന്നു. യാഗമർപ്പിക്കാൻ ഇസ്ഹാക്കിനെ ആ ബലിപീഠത്തിന്മേൽ കിടത്തി. വാളെടുത്ത്, കത്തിയെടുത്ത് ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ നിന്ന് അബ്രഹാം നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ കാട്ടിൽ കൊമ്പ് പിടിപെട്ട് കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ കണ്ടു. ഈ ആട്ടുകൊറ്റനെ അബ്രഹാം യാഗമർപ്പിച്ചു. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ശ്രദ്ധിക്കണം. മകനോട് പറഞ്ഞു, ദൈവം നോക്കിക്കോളും. മാനുഷികമായ ഒരു പിതാവെന്ന നിലയിൽ അബ്രഹാമിൻ്റെ മനസ്സിലേക്ക് വേദനകൾ, ഭയമാണ് കടന്നു വരേണ്ടത്. എന്നാൽ താൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? തനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, മകനെ തന്നത് ദൈവമാണെങ്കിൽ മകൻ്റെ കാര്യവും ദൈവം നോക്കിക്കോളും. പലപ്പോഴും പലരുടെയും ജീവിതത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, അവരവർ പറയും, ഞങ്ങളുടെ കാര്യം എങ്ങനെയെങ്കിലും അങ്ങ് ആയിക്കോട്ടെ, സാരമില്ല, തലമുറയുടെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് പ്രശ്നം, അതാ ഞങ്ങളെ ഭാരപ്പെടുത്തുന്നത്. എന്നാൽ അബ്രഹാം നമുക്ക് നല്ലൊരു മാതൃകയല്ലേ? അബ്രഹാം പറയുന്ന വാക്ക് ഞാൻ ആവർത്തിച്ചോട്ടെ, മകനെ, ദൈവം നോക്കിക്കോളൂ. എന്താ അബ്രഹാമേ താങ്കൾ അങ്ങനെ പറഞ്ഞത്? അബ്രഹാമിന് പറയാനുള്ളത്, എൻ്റെ മോനെ തന്നത് ദൈവമാണെങ്കിൽ മോൻ്റെ കാര്യം നോക്കാൻ ദൈവത്തിന് കഴിയും. വളരെ സിമ്പിൾ. നമ്മളും ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? തലമുറയെ തന്നത് ദൈവമാണെങ്കിൽ തലമുറയുടെ വിഷയം നോക്കാനും ദൈവത്തിന് കഴിയുമല്ലോ. ആ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് അങ്ങ് ഏൽപ്പിച്ച് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വലിയവ ചെയ്യാൻ ദൈവത്തിന് കഴിയും. മാത്രമല്ല, ഒരു വാക്കോട് അവിടെ ചേർത്ത് പറഞ്ഞോട്ടെ, ഈ മകനുമായി അവിടെ എത്തും മുമ്പ് തന്നെ ഈ ആട്ടുകൊറ്റൻ അവിടെ എത്തിക്കഴിഞ്ഞു. കൊമ്പ് കാട്ടിൽ പിടിപെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയത്നിച്ച്, ഒരുപക്ഷെ ക്ഷീണിച്ച് അവശനായി കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ ആയിരിക്കാം അബ്രഹാം കണ്ടത്. എന്താണേലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വാക്ക് പറ, തലമുറയെ തന്നത് ദൈവമാണെങ്കിൽ തലമുറയോട് പറ, ദൈവം നോക്കിക്കോളും. നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടേണ്ട. എൻ്റെ കാര്യം നോക്കിയ ദൈവം, എനിക്ക് തലമുറയെ തന്ന ദൈവം തലമുറയുടെ കാര്യം നോക്കാനും മതിയായവനാണ്. ആ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ വലിയവനായ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലെസ് യു.